സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയർ VHSക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പേപ്പർ. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് യൂണിറ്റ് 2 ആണ്. എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസീസ് എന്നുള്ളതാണ് അതിൻ്റെ ടോപ്പിക്ക്. സംരംഭകത്വ കഴിവുകൾ. എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ കോമ്പറ്റൻസീസ് ആർ a set of skills, related knowledge and attitude that helps an individual to perform an activity. ഒരു വ്യക്തിയെ ഒരു പ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന കഴിവുകൾ, ബന്ധപ്പെട്ട അറിവ്, മനോഭാവം എന്നിവയുടെ ഒരു കൂട്ടത്തെയാണ് കോമ്പറ്റൻസീസ് അഥവാ കഴിവുകൾ എന്ന് പറയാം. ഒരു വ്യക്തിയെ ഒരു പ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന കഴിവുകൾ, ബന്ധപ്പെട്ട അറിവ്, മനോഭാവം ഇവയെ ഒരുമിച്ച് പറയുന്ന പേരാണ് കഴിവുകൾ എന്നുള്ളത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പറ്റൻസീസ് ഓഫ് ആൻ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ? അതായത് സംരംഭകൻ്റെ വ്യത്യസ്ത കഴിവുകൾ ഏതൊക്കെ? ഡിസിഷൻ മേക്കിംഗ് കോമ്പറ്റൻസി, തീരുമാനമെടുക്കാനുള്ള കഴിവ്. ദെൻ പ്രോബ്ലം സോൾവിങ് കോമ്പറ്റൻസി, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ദെൻ റിസ്ക് ബിയറിംഗ് കോമ്പറ്റൻസി, അപകട സാധ്യത വഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ദെൻ ലീഡർഷിപ്പ് കോമ്പറ്റൻസി, നേതൃത്വ കഴിവുണ്ടായിരിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ കോമ്പറ്റൻസി, ആശയവിനിമയ കഴിവുണ്ടായിരിക്കും. ദെൻ കോമ്പറ്റൻസി ഓഫ് എൻ്റർപ്രണർ ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കളുമായി ഇടപഴകുന്നതിൽ സംരംഭകൻ്റെ കഴിവ്, അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഉപഭോക്താവിനെ സംരംഭത്തിലേക്ക് ആകർഷിക്കാനുള്ള രീതി. കോമ്പറ്റൻസി ഓഫ് എൻ്റർപ്രണർ ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ സംരംഭകനുള്ള കഴിവ്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. എന്താണ് ഫസ്റ്റ് പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ? തീരുമാനമെടുക്കാനുള്ള കഴിവെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ എൻ്റർപ്രണർ ഹാസ് ടു ടേക്ക് number of decisions to run the business. Decision making process involves the following aspects. ബിസിനസ് നടത്തുന്നതിന് ഒരു സംരംഭകന് നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കൺസീവിങ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് ബിസിനസ് ഐഡിയാസ്, ബിസിനസ് ആശയങ്ങളെ രൂപപ്പെടുത്തുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. Then establishing an industrial concern to put those ideas into practice. ആ ആശയങ്ങളെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് ഒരു വ്യാവസായിക സ്ഥാപനം സ്ഥാപിക്കുക. Then converting that industrial concern into a